വേടനെ ഞാൻ ഇതിനിടെ കണ്ടു ഒരു ദിവസം. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ വേടനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വേടൻ പറഞ്ഞു, എന്നെ നേരായ വഴി നടത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കോളനിയിൽ ഇങ്ങനെ കളിച്ചു വളർന്നു. ഇല്ലായ്മയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ഒപ്പം ചേർന്നാണ് ഞാൻ വളർന്നത്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് തിരുത്തൽ പ്രക്രിയയെപ്പറ്റി ഞാൻ ആലോചിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് തിരുത്തിയേ പറ്റൂ. ആവശ്യമായ മുൻകരുതലോടുകൂടി മാത്രമേ എനിക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. എനിക്ക് നിങ്ങളെല്ലാം കൂടി ചേർന്ന് വലിയ ഉത്തരവാദിത്തമാണ് നൽകിയത്. മുമ്പത്തെ കളി കളിച്ച് എനിക്ക് പോകാനാവില്ല എന്നെനിക്ക് ബോധ്യമായി. അതാ ഞാൻ പറഞ്ഞത്, തിരുത്തൽ പ്രക്രിയ സ്വന്തം മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്നുണ്ടാവണം. കേരളത്തിലെ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള മന്ത്രി പോലും ആരാവണം? ഉന്നത കുലജാതി എന്ന് പറയുന്ന മാനസിക നിലയുള്ള ഒരു നാടായി നമ്മുടെ നാട് അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാതി വ്യവസ്ഥയനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങാൻ പാടുള്ളൂ എന്ന് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറയാൻ ഈ സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായി ഇത്രയും പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും കേരളം പോലുള്ളൊരു സമൂഹത്തിന്റെ അകത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു സമൂഹ ജീവിതമുണ്ട് ഇവിടെ. അതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പത്രത്തിലും അതുപോലെ തന്നെ ടെലിവിഷന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ചാനലിലും പിടിക്കപ്പെട്ട ചെറിയ ആളുകളെ കാണുന്നില്ലേ? ഒരു പ്രത്യേക കോലത്തിൽ. ആ പ്രത്യേക കോലത്തെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ പിടിക്കുന്ന പുകവലിയുടെ അപകടത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഇതൊരു ഭാഗം. വേറൊരു ഭാഗം, ആരാണ് അമ്മ, ആരാണ് പെങ്ങള്, ആരാണ് ഭാര്യ, ഒന്നിനെപ്പറ്റി ഒരു വ്യത്യസ്തത ഉണ്ടാവില്ല. ഇതൊക്കെ വളരെ വളരെ അപകടകരമായ ഒരു സാംസ്കാരിക തലമാണ് വരാൻ പോകുന്നത്. നമ്മളിപ്പോഴ് നടന്ന ആത്മഹത്യയെ സംബന്ധിച്ച്, നടന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ച്, കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള തെറ്റായ, ശരിയല്ലാത്ത സാംസ്കാരിക വിരുദ്ധമായ നിലപാടിനെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഇവരെല്ലാം ഇത്തരം ലഹരിക്ക് അടിമകളായിരുന്നു, അടിമപ്പെട്ടിരുന്നു എന്ന് പറയുന്ന നില വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപാട് കൊലപാതകങ്ങളുടെ പിന്നിൽ ഇവരാണ്. അതുപോലെ തന്നെ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് ഇവർ തന്നെയാണ്. അതാ ഞാൻ പറയുന്നത്, അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരുകയും തെറ്റായ വൈദ്യുതത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ടായി. ഈ കേരളം അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കുറെ പിടിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാലും പിടിക്കാതെ ഇതിൻ്റെ അകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള അപകടം വിതക്കുന്ന ഈ സാധനങ്ങൾ ഇവിടെ നല്ല സുലഭമായിട്ട് പുറത്തു കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? രണ്ട് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കണം. ഒന്ന്, ഗവൺമെന്റ്, അതിന്റെ ഡിപ്പാർട്ട്മെന്റ്, പോലീസും എക്സൈസും ഉൾപ്പെടെ അതിശക്തിയായ രീതിയിലുള്ള തുടർച്ചയായ, ഒരിക്കലും ഒരു ദിവസം പോലും വിട്ടുവീഴ്ചയില്ലാതെ തുടർച്ചയായിട്ടുള്ള നിലപാടും നടപടിയും തുടരണം. ഇപ്പോഴ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിവരം വേണ്ടി എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് പോലീസും എക്സൈസും. ആരാണ് വിതരണം നൽകുന്നത് എന്നുള്ള വിവരം കിട്ടിയാൽ ആ കൊടുത്ത ആരുടെയും വിവരം അറിയാതെ തന്നെ ഞങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് പോലീസും എക്സൈസും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാരുൾപ്പെടെയുള്ള ഈ ജനസമൂഹത്തെ താല്പര്യത്തോടുകൂടി കാണുന്ന മുഴുവൻ മനുഷ്യരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവണത, ഏതെങ്കിലും രീതി എവിടെയെങ്കിലും കണ്ടാൽ കൃത്യമായി പോലീസിനെയും വിവരം അറിയിച്ച് ഫലപ്രദമായിട്ട് അത് കൈകാര്യം ചെയ്യുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഔദ്യോഗികമായ തലത്തെ അനൗദ്യോഗികവുമായി ബന്ധപ്പെടുത്തി ഫലപ്രദമായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ട് അതിനെതിരായ കർശനമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പുണ്ടാക്കുക. പിന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു സെൻട്രൽ എക്സൈസുമായി ബന്ധപ്പെട്ടതാണ്.
കിലോ കണക്കിനുണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കിട്ടാണ്ടിരിക്കുള്ളൂ അല്ലേ? കിലോ കണക്കിന് വേണം. 5 ഗ്രാം 10 ഗ്രാം 15 ഗ്രാം എല്ലാം പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ജാമ്യം. കഞ്ചാവ് ഉൾപ്പെടെ പിടിച്ചാൽ അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കുക. അപ്പോൾ കർശനമായ നിലപാടുകൾ പിടിച്ചാൽ മാത്രം പോരാ, അങ്ങനെ പിടിക്കപ്പെടുന്നവരെ ഫലപ്രദമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അവരെ തിരുത്തിക്കൽ പ്രക്രിയയിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള നടപടിയിലേക്ക് പോകാനും കഴിയണം. അതിപ്പോൾ സാധിക്കുന്നില്ല. ആവശ്യമായ മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഞ്ചാവ് ഉൾപ്പെടെ എത്ര കയ്യിലുണ്ടാവേണ്ടുന്ന അളവ് സംബന്ധിച്ചെല്ലാമുള്ള നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് വളരെ ചെറിയ ഒരു തരത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ കിലോ കണക്കിന് പിടിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും രീതിയിൽ അവർ ജയിലിലേക്ക് തന്നെ അയക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സാധിക്കുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് ആദ്യ ഭാഗം അതാണ്. ശക്തിയായ നിലപാടെടുക്കണം. ആ നിലപാട് ഊരി പോകാനുള്ള സൗകര്യം ഉണ്ടാവാൻ പാടില്ല. ജനങ്ങളുടെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരുന്നതിന്, ഇവർക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സഹായം പോലീസുകാർക്കും എക്സൈസുകാർക്കും നൽകാൻ നമുക്ക് സാധിക്കും. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അപകടത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കി വെറുതെ മെഴുതിയെത്തിയിട്ടൊന്നും കാര്യമില്ല, വെറുതെ പ്രതിജ്ഞ എടുത്തിട്ടും കാര്യമില്ല. ഇതിന്റെ അപകടം എന്താണ് എന്ന് സ്വയം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയണം ആളുകൾ. അത് മുമ്പ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ എല്ലാം കാണാൻ വേണ്ടി പോയാൽ ആദ്യം സിനിമയ്ക്ക് മുമ്പ് അവതരിപ്പിക്കുന്നില്ലേ, ആ വായ്ക്കും അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ ബാധിച്ച ഒരു ആകൃതിയും പ്രകൃതിയും നശിച്ച ഒരു മനുഷ്യനെ, ഇതാണ് പുകവലിച്ചാൽ ഉണ്ടാകുന്നത് എന്ന് കാണുന്ന ആ ദുരന്ത കാഴ്ചയുണ്ടല്ലോ. ആ കാഴ്ച സിഗരറ്റ് വലിക്കുന്നതിന്, അതുപോലെ തന്നെ ഇതുപോലുള്ള ബീഡി വലിക്കുന്നതിന് ഒക്കെ തന്നെ ഒരു പ്രതിരോധം ചമക്കുന്നുണ്ട്, ചമച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പുകവലി ഏതാണ്ട് നിന്നുപോയത്, വളരെ അപൂർവമായി പോയി. അതുപോലെ നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന അപകടം എന്താണ് എന്ന് അവർക്ക് ബോധ്യാവുന്ന രീതിയിൽ അവതരിപ്പിക്കണം. പ്രസംഗമല്ല ഞാൻ പറയുന്നത്, കാണിക്കണം എന്തൊക്കെ സംഭവങ്ങളാണ്. അതുകൊണ്ട് ബാലസംഘവും ഡിവൈഎഫ്ഐയും അതുപോലെ മഹിളാ അസോസിയേഷനും ഈ പ്രകടമായ രീതിയിലൊരു നാടകം അവതരിപ്പിച്ചാലും അതുപോലെ തന്നെ ഏതെങ്കിലും പ്രചരണം നടത്തിയാൽ മാത്രം സാധിക്കില്ല. നല്ല ഡോക്യുമെന്ററി സംവിധാനം വേണം. എന്നിട്ട് ഇവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ സമൂഹത്തിൽ അവതരിപ്പിക്കണം. ഇവന്റെ വൈതൃകങ്ങളെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. ഇവന്റെ ആകൃതിയും പ്രകൃതിയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള കാര്യം, നന്നായി പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് ആ പഠനത്തിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ള കാര്യം, ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവന്റെ തന്നെ ജീവിതാവസാനത്തിലേക്ക് എന്തുകൊണ്ടാണ് യുവത്വത്തിന്റെ ഘട്ടത്തിൽ മാറിപ്പോകുന്നത് എന്നത് കൃത്യമായിട്ട് അവനെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള ഡോക്യുമെന്ററി സംവിധാനം വേണം. അപ്പോഴാണ് അവർക്ക് തന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിത്തട്ടുക, തടിക്ക് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ഉള്ളിത്തട്ടണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്തൽ വരിക, സ്വയം തന്നെ തിരുത്തണം എന്നുള്ളൊരു മനസ്സ് വരിക. നമുക്കെല്ലാം അറിയുന്നതാണല്ലോ. ഇതിനിടെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേടന്റെ കാര്യം. ഈ പറയുന്ന 10 വയസ്സ് മുതൽ 25, 30, 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ആകർഷിച്ച മറ്റൊരു മ്യൂസിക് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള റാപ്പ് സംവിധാനം പറയില്ല. വേടനെ പോലെ 10,000-കണക്കിന് ആളുകളാണ് ഒത്തുചേരുന്നത് റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ട്. അതിപ്പോ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ റാപ്പ് മ്യൂസിക്കൊക്കെ എന്തിനാ ഈ വേടനെ പാടുന്നത്? അത് പാടാൻ വേറെ ആളുണ്ടല്ലോ എന്നാണ്. അത് ചാതുർവർണ്ണയത്തിന്റെ ഭാഗമാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ജോലി ചെയ്താൽ മതി. ഓരോരുത്തർക്കും നിൽക്കാനുള്ള ഘടമുണ്ട്, ആ ഘടത്തിൽ നിന്നാൽ മതി. ഇതാണ് ചാതുർവർണ്ണയത്തിന്റെയും മനുസ്മൃതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ആ നിയമം ഉള്ളതുകൊണ്ട് ഈ വേടൻ പാടുന്ന പാട്ട്, വേടനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത് എന്താണ്, കലാഭാസമാണ്. ഇവന്റെ തലയിൽ വേറെ കലയുണ്ട്, അത് ഫ്യൂഡൽ കലയാണ്, ക്ലാസിക്കലായിട്ടാണ്. ചിലപ്പോൾ ജനാധിപത്യപരമായ ഒന്നല്ല. കല പല രീതിയിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട് ലോകത്ത്. 2 3 പതിറ്റാണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് റാപ്പ് ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല. പക്ഷെ ആ റാപ്പ് എന്തിനാണ് പട്ടികജാതിക്കാരൻ പാടുന്നത് എന്നാണ്.
അത് മറ്റുള്ളവർ പാടുമല്ലോ, അത് പാടാനുള്ള ആളുകളുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള മന്ത്രി പോലും ആരാവണം? ഉന്നത കുലജാതി എന്ന് പറയുന്ന മാനസിക നിലയുള്ള ഒരു നാടായി നമ്മുടെ നാട് അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാതി വ്യവസ്ഥയനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങാൻ പാടുള്ളൂ എന്ന് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറയാൻ ഈ സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായി ഇത്രയും പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും കേരളം പോലുള്ളൊരു സമൂഹത്തിന്റെ അകത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു സമൂഹ ജീവിതമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കാണേണ്ടത് വളരെ വളരെ ഗൗരവമാണ്. ഞാൻ വേടന്റെ കാര്യം ഇത് മാത്രമല്ല, വേടനെ ഞാൻ ഇതിനിടെ കണ്ടു ഒരു ദിവസം. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ വേടനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പൊ തർക്കവും പ്രശ്നവും കൈകാര്യം വന്നപ്പോഴാണല്ലോ നമ്മളെല്ലാം അതിൽ ഇടപെട്ടത്. വേടന്റെ ആ കഴിവിനെ നമ്മളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് വരുന്ന എല്ലാറ്റിനെയും അതിശക്തിയായിട്ട് എതിർക്കുകയും വേണം. അതിൽ തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്നതറിയാം, വേടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എന്ന് വേടൻ തന്നെ സമ്മതിച്ചു. വേടൻ പറഞ്ഞു, എന്നെ നേരായ വഴി നടത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കോളനിയിൽ ഇങ്ങനെ കളിച്ചു വളർന്നു. ഇല്ലായ്മയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ഒപ്പം ചേർന്നാണ് ഞാൻ വളർന്നത്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് തിരുത്തൽ പ്രക്രിയയെപ്പറ്റി ഞാൻ ആലോചിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് തിരുത്തിയേ പറ്റൂ. ആവശ്യമായ മുൻകരുതലോടുകൂടി മാത്രമേ എനിക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. എനിക്ക് നിങ്ങളെല്ലാം കൂടി ചേർന്ന് വലിയ ഉത്തരവാദിത്തമാണ് നൽകിയത്. മുമ്പത്തെ കളി കളിച്ച് എനിക്ക് പോകാനാവില്ല എന്നെനിക്ക് ബോധ്യമായി. അതാ ഞാൻ പറഞ്ഞത്, തിരുത്തൽ പ്രക്രിയ സ്വന്തം മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്നുണ്ടാവണം. അങ്ങനെ തിരുത്തൽ പ്രക്രിയയിലേക്ക് വരുമ്പോൾ സ്വയം തിരുത്താൻ ചിലപ്പോൾ സാധിക്കില്ല. അതാണ് ഇവിടെ സതീശൻ പറഞ്ഞത്, അത്തരം അടിമപ്പെട്ടു പോയ ആളുകളെ തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശരിയായ ചികിത്സ വേണം. ഒരുപടി ആൾക്ക് വേണ്ടി വരും, കൗൺസിലിംഗ് ഉൾപ്പെടെ. നമ്മളൊന്നും വിചാരിക്കാത്ത നിരവധി ആളുകൾക്ക് വേണ്ടി വരും. എല്ലാം രഹസ്യമായിട്ട് വെച്ച് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാം ഈ പറയുന്ന രീതിയിൽ ഡൊപ്പോമിന്റെ ഏറ്റിറക്കങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നാൽ അവർക്ക് കൗൺസിലിംഗ് മാത്രം മതിയാവില്ല, അവർക്ക് ഫലപ്രദമായ ചികിത്സ വേണ്ടി വരും. ആ ചികിത്സ ഉൾപ്പെടെ പ്ലാൻ ചെയ്യാതെ നമുക്ക് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഞാനതിന്റെ മറ്റ് വിശദീകരണങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രാസംഗികർ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോ ഒരു കാര്യം ഔദ്യോഗികമായ നിലപാട്, അതിന് ജനങ്ങളുടെ പിന്തുണ. രണ്ടാമത്തെ കാര്യം ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള ബോധവൽക്കരണം. പുറത്ത് നടത്തുന്ന ബോധവൽക്കരണം കൊണ്ടൊന്നും ഞാൻ ഈ പറയുന്ന കാര്യം നിർവഹിക്കാൻ പറ്റില്ല. ഉള്ളിൽ തട്ടുന്ന ബോധവൽക്കരണം വേണം. നമ്മൾ ഓരോരുത്തരും ഒരിക്കലും ഈ ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ സ്വന്തം നടത്തണം. ആളെ ബോധ്യപ്പെടുത്താൻ നടത്തിയിട്ടൊന്നും കാര്യം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3000 കേന്ദ്രങ്ങളിലാണ് നടക്കാൻ പോകുന്നത് പരിപാടി. 3000 കേന്ദ്രങ്ങളിൽ പോകുന്നവർക്ക് ഒന്നാമത്തെ ഗ്യാരണ്ടി ഉണ്ടാവണം, ഞങ്ങളിത് ജീവിതത്തിൽ ഉപയോഗിക്കില്ല. എന്നാൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റം വരും. ആ 3000 കേന്ദ്രങ്ങളിലെ 10,000-കണക്കിന് ആളുകൾ ചേരുമ്പോൾ ലക്ഷക്കണക്കിന് ആളാവും. അവരും അതേപോലെ തന്നെയുള്ള മാനസികാവസ്ഥ വേണം. ഇതെല്ലാം ആത്മസമർപ്പണത്തിന്റെ രീതിയാണ്. ഇത് വളരെ പെട്ടെന്ന് പറയാനുള്ള എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോഴാണ് അതിന്റെ സങ്കീർണത മനസ്സിലാക്കുക. 15 കേന്ദ്രത്തിൽ ഇപ്പോൾ 10,000-കണക്കിന് ആളുകൾ എഴുന്നേരത്തി ക്യാമ്പയിൻ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും ഞാൻ ഈ പറയുന്നത് പോലെ മൂല്യബോധത്തോടുകൂടി ആത്മ തിരുത്തൽ വേണം. നമ്മൾ ഓരോരുത്തരും തിരുത്തൽ വേണം. അങ്ങനെ തിരുത്തൽ പ്രക്രിയക്ക് വിധേയപ്പെടുത്താൻ വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ക്യാമ്പയിൻ വേണം, ഡോക്യുമെന്റേഷൻ വേണം. ഇതൊക്കെ ചേർത്തുകൊണ്ട് ഇന്നേ വരെ നടന്ന എല്ലാ ക്യാമ്പയിനിൽ നിന്നും വ്യത്യസ്തമായി ഇത് കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്, കേരളത്തിന്റെ യുവതയുടെ പ്രശ്നമാണ്, പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന ഗൗരവതരമായിട്ടുള്ള അപകടമാണ്. ഈ അപകടത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി അപകടത്തിലാണ് എന്ന് കണ്ടുകൊണ്ടുള്ള
ഏത് പ്രശ്നത്തെക്കാളും ഗൗരവതരമായ പ്രശ്നമായിട്ട് കക്ഷി രാഷ്ട്രീയത്തിലതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത, സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഉൾച്ചേർക്കുന്ന, എല്ലാവരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അപകടത്തിലേക്ക് ഞാൻ പോവില്ല എന്ന ഒരു മനസ്സുൽപാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടല്ലാതെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഗൗരവപൂർണമായ ഒരു പ്രതിരോധം ചമക്കാൻ വേറെ വഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാണ്, ഞാൻ ഇന്നേ വരെ ഒരു തുള്ളി മദ്യമോ ഒരു ലഹരിയോ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാനാവുന്നത് ഞാൻ രൂപപ്പെട്ടു വന്ന, വളർന്നു വന്ന ബാലസംഘത്തിന്റെയും അതുപോലെ തന്നെ തുടർന്ന് KSYF-ന്റെയും പിന്നീട് DYF-യുടെയും പാർട്ടിയുടെയും എല്ലാം ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെയാവണം എന്നത് സംബന്ധിച്ചുള്ള ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങളാണ്, അവരുടെ സമീപനങ്ങളാണ്. പാർട്ടി പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ, മൊറാഴ എന്ന് പറയുന്ന ഒരു പാർട്ടി കേന്ദ്രത്തിൽ ജനിച്ചു വളർന്ന് എനിക്ക് ഈ ജീവിതം വരെ ഈ നിലപാട് സ്വീകരിച്ചു പോകാനായത് അതുകൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഓരോരുത്തരും ഇങ്ങനെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കിയാൽ ഇനിയിപ്പോ ജീവിതത്തിന്റെ പഴയകാല ഭൂതകാലം നോക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ഭൂതകാലത്തെ പറ്റിയല്ല, വർത്തമാനകാലത്തെ പറ്റിയാവാം. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും മദ്യം ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച ധാരണയുണ്ടായാൽ ചിത്രം മാറും, മാറ്റാൻ കഴിയും, വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്താൻ നമുക്കാവണം. ഇങ്ങനെ വരുമ്പോൾ ഞാൻ മദ്യത്തെ കൂടി പറഞ്ഞുകൊണ്ട് ചില ആൾക്ക് വിചാരിക്കുന്നുണ്ടാവും, മദ്യം ഇതിൻ്റെ അകത്ത് കയറ്റേണ്ട കാര്യമുണ്ടോ? അല്ലെ, മദ്യം കൂടി ഇതിൻ്റെ അകത്ത് കയറണോ? കാരണം നമ്മളല്ലേ ബാറ്, നമ്മളല്ലേ മറ്റേ അത് ഇത് എല്ലാം തുടങ്ങുന്നത്. കുടിക്കുന്നവർ കുടിച്ചോട്ടെ, ഞാനതിനെതിരല്ല. പക്ഷേ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഭരണഘടനാപരമായിട്ട് തന്നെ മദ്യം ഉപേക്ഷിക്കേണ്ടവരാണ്. പക്ഷെ ശീലം അതാണ്, പലതും അങ്ങനെയാണ്. ഞാനിത് പരസ്യമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് എതിരായിട്ട് വലിയ ചർച്ച വന്നിട്ടുണ്ട്. പിന്നെ ആരാ പാർട്ടിയിൽ ഉണ്ടാവുക എന്നാണ് ചില ആളെന്നോട് ചോദിച്ചത്. നിങ്ങൾ ഇത് ആരും മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഈ പാർട്ടിയിൽ ഉണ്ടാവുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പാർട്ടി ഭരണഘടന വായിക്കണം. ഞാനിപ്പോ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരെ പറ്റിയല്ല പറഞ്ഞത്, പാർട്ടി മെമ്പർമാരെ പറ്റിയാ പറഞ്ഞത്. 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. ഈ 5.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർമാർ മദ്യപിക്കാതിരിക്കുക, ലഹരി ഉപയോഗിക്കാതിരുന്നാൽ ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗമായിട്ട് പൂർത്തിയായി. പിന്നെ അവരുടെ സമ്മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ കടന്നു പോകാനും അത് കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കാനും സാധിച്ചാൽ നല്ല മാറ്റം വരും. ആ മാറ്റം വരുന്നതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഷാപ്പ് പൂട്ടിയാൽ പൂട്ടിക്കോട്ടെ, എല്ലാ ഷാപ്പും തുറന്നു വെച്ച് മുന്നോട്ടേക്ക് പോകണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഷാപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന ബാറെല്ലാം കൂടുതലുണ്ടെങ്കിലും മദ്യ ഉപഭോഗവും നല്ലപോലെ കുറഞ്ഞിരിക്കുകയാണ്. കണക്ക് വെച്ചിട്ട് തന്നെ നല്ലപോലെ കുറയേ. ബാറിന്റെ എണ്ണമെല്ലാം കൂടിയിട്ടുണ്ട്, പക്ഷെ കയറി കുടിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കേസിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറഞ്ഞു വരുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. മദ്യവർജനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, മദ്യവർജനം. കുടിക്കുന്നവർ കുടിക്കുക, കുടിക്കാതിരിക്കുന്നവർ കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിർബന്ധപൂർവ്വം വേണ്ടെന്നോ നിർബന്ധപൂർവ്വം വേണമെന്നോ പറയേണ്ട കാര്യമില്ല. അപ്പോ ബോധവൽക്കരണത്തിലൂടെയാണ് കുറക്കേണ്ടത്. ബോധവൽക്കരണത്തിലൂടെ കുറക്കുന്നതിന് മദ്യമായാലും ലഹരിയിലാണ് ശക്തിയായിട്ട് ഊന്നേണ്ടത്. എന്നാൽ ഇത് രണ്ടും കുറക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു തരത്തിലും എതിരല്ല എന്നത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഘട്ടമാണിത്. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുക, ഞങ്ങൾ എതിരല്ല. പിന്നെ എതിരായിട്ട് കുറെ ആൾ പറയുന്നുണ്ട്, നല്ല മൂക്കറ്റം കുടിച്ചിട്ട് മദ്യവർദ്ധനക്കാർ മദ്യ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുണ്ടല്ലോ. അവർ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കൂ. നല്ല പോലെ കുടിയ നമ്മളിത് നല്ല പോലെ ഒരു ധാരണയോടുകൂടി കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോയാൽ നമുക്കിതിൽ നിന്ന് പുതിയ തലമുറയെങ്കിലും മോചിപ്പിക്കാനാവും. ആ മോചിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ മാതൃകാപരമായിട്ടുള്ളൊരു സംഘാടനമാണ് ഇപ്പോ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു കൺവെൻഷൻ വിളിച്ച് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല.
കൺവെൻഷനെ തുടർന്ന് 3000-ഓളം കേന്ദ്രത്തിൽ, ആ 3000-ലെ ലക്ഷക്കണക്കിന് ആളുകളുമായിട്ടുള്ള സംവേദനം, അതിനെ തുടർന്ന് വലിയ രീതിയിൽ 15 കേന്ദ്രത്തിലുള്ള വമ്പിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റം, എല്ലാ വീട്ടിലും കയറി ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സ്ക്വാഡ് വർക്ക്, ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി. പിന്നെ ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കി അതിന്റെ തുടർ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യണം. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുമ്പോൾ LP സ്കൂൾ ഒഴിവാക്കിയാലും UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും കോളേജും പോളിടെക്നിക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എല്ലാ കേന്ദ്രങ്ങളും വളരെ ഗൗരവപൂർണമായ പരിശോധനക്കും ആവശ്യമായ രീതിയിലുള്ള ഇടപെടലിനും വിധേയപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ മദ്യ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമുക്ക് നല്ല പോലെ മുന്നോട്ടേക്ക് പോകാൻ നമ്മുടെ സാക്ഷരതാ യജ്ഞം പോലെ അങ്ങനെയാണ് ഒരു ജനകീയ മുന്നേറ്റം രൂപപ്പെട്ടു വരുമ്പോൾ അതിന് നല്ല ജനകീയമായ ഒരു ശക്തി രൂപപ്പെട്ടു വരും. അതൊരു ഊർജമായിരിക്കും. ആ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഈ ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാവണം. അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സംഘാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടാണ് ഈ സഭ നമ്മൾ കാണുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം. ഓരോരുത്തരുടെയും ആത്മസമർപ്പണ രീതിയിലുള്ള തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുത്താൻ കഴിയണം. അതിന് നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകണം.